എടാ നമുക്കൊന്ന് തൃശ്ശൂർ പൂരത്തിന് പോയാലോ? ഇപ്പോഴോ? 10 മണിക്കൊരു ബസ് ഉണ്ട്, അതിന് പോയാൽ ഉച്ചയോടുകൂടി അവിടെ എത്തും. ഉഗ്രം വെടിക്കട്ടാടാ. അപ്പൊ ഇന്ന് തിരിച്ചു വരാൻ പറ്റില്ലല്ലേ? അതില്ല. ആ അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്റെ വീട്ടിൽ ഒരു വെടിക്കെട്ടിന് തീ കൊടുത്തിട്ട് അങ്ങോട്ട് പോയാലോ? എന്ത്? അല്ല, ഞാനില്ലെങ്കിൽ എന്റെ പ്രസൻസ് വീട്ടിൽ ഫീൽ ചെയ്യണം. ഞാൻ പോകുന്നു, പ്രേതമായിട്ട് തിരിച്ചു വരും, പ്രതികാരം ചെയ്യാൻ എന്നൊരു കുറിപ്പെഴുതി ആരെങ്കിലും വഴി എന്റെ മൂത്തളിയൻ രാമുണ്ണി മാഷിന്റെ കയ്യിലങ്ങോട്ട് എത്തിച്ചാലോ? അത് വേണോടാ? വേണം. 10 മണിക്കാണ് എനിക്ക് കുറിപ്പ് കിട്ടിയത്. അപ്പോ ചത്ത് നരകത്തിലെത്താനുള്ള സമയമായി. ഇവിടുന്ന് നരകത്തിലേക്ക് എത്ര സമയം എടുക്കും? ഇപ്പോഴൊക്കെ 5 മിനിറ്റ്സ് മതി. ഓഹോ. ബാലകൃഷ്ണൻ വന്ന് വിവരം അറിയിച്ചപ്പോ തന്നെ അഡ്വാൻസ് ആയിട്ട് ഞാൻ 3 ദിവസത്തെ ലീവ് അങ്ങെടുത്തു. വല്ല റെയിൽപാളവുമായിരിക്കും അവൻ ചാകാൻ തിരഞ്ഞെടുക്കുന്നത്. എന്നോട് പ്രതികാരം ചെയ്യാൻ നടക്കുകയല്ലേ? എന്നാ അങ്ങനെ മതിയായിരുന്നു. എങ്ങനെ? എന്തോ ഒരു പുറംവിളി കേട്ടില്ലേ? പുറകിൽ നല്ല വിളി, മുൻവിളിയാ. ഞാനും അത് കേട്ടു. നാരായണ. നാരായണനൊന്നും അല്ല. ആ നാരായണ അല്ല, നാരായണ നാരായണ നാരായണ. ഒരു നിഴൽ ഇങ്ങോട്ട് വരുന്നുണ്ടെന്ന് തോന്നുന്നത്. തോന്നലല്ല, വരുന്നുണ്ട്. ചോദിച്ച കേട്ടില്ലേ? ഞാനാ. അത് അവൻ തന്നെയാണോ പോലീസ്? എവൻ? കുഞ്ഞനന്തേ. രൂപങ്ങൾ അച്ഛനും മോനും ഒരുമിച്ച് വന്നിരിക്കുക, പ്രേതമായിട്ട് പ്രതികാരം ചെയ്യാൻ. ഞാനൊരു പാവം പോസ്റ്റ്മാനാണ്. പ്രിയപ്പെട്ട അമ്മാവ, മദ്യപിച്ചാൽ ചീത്ത പറയാറുണ്ട്, പക്ഷെ ഒന്നും മനസ്സറിഞ്ഞല്ല. എന്നെ ഉപദ്രവിക്കരുത്. എനിക്കറിയാം കുഞ്ഞനെന്തിന് എന്നെ പറ്റി ഒരുപാട് കുറ്റങ്ങൾ പറഞ്ഞാണ്. ചന്ദ്രത്തെ അനന്തമാവ, അതൊന്നും വിശ്വസിക്കരുത്. എന്തൊക്കെയോ സംസാരിക്കുന്നുണ്ട്. അരവിന്ദാക്ഷൻ എന്ന റെയിൽവേ പോലീസാ ചോദിക്കുന്നത്. നന്നായിട്ടുണ്ട്. അരവിന്ദാക്ഷൻ പോലീസാ? അല്ല, തന്നെ തന്നെയാ തിരക്കി വരുന്നത്. ശരിയാ. ആദ്യ പ്രതികാരം എന്നോട് തന്നെയാവും. ഞാൻ റെയിൽവേ ട്രാക്കിൽ കാവലില്ലാന്ന് അറിഞ്ഞപ്പോ ഇങ്ങോട്ട് തേടി വരുന്നതായിരിക്കും. ഇങ്ങോട്ട് തന്നെ വരുന്നുണ്ടല്ലോ റെയിൽവേ പോലീസ്. ഒരു കുരിശ് കയ്യിലുണ്ടെങ്കിൽ കാണിക്കായിരുന്നു. കുരിശ് കാണിക്കുക? ഇതെന്താ ക്രിസ്ത്യൻ പ്രേതമാണോ? ഹിന്ദു പ്രേതമല്ലേ? വല്ല മന്ത്രവും വശമുണ്ടോ? പക്ഷേ ഒരു മന്ത്രവശമുണ്ട്. ഏതാത്? ഓട്ടം. താങ്ക് യു. പോലീസ്, റെയിൽവേ പോലീസ് അവിടെ തന്നെ. ഇവരെന്തിനാ ഓടുന്നേ? ഒന്ന് നിന്നേ, ഞാനിതേ വരുന്നു. അരവിന്ദ പോലീസേ, രാമുണ്ണി മാഷേ, ഒന്ന് നിന്നേ, ഇത് ഞാനാ. ഓടരുത്, ഞാൻ പിടിക്കും. നീയായിരുന്നോ? പേടിപ്പിച്ച് കളഞ്ഞല്ലോ. നിങ്ങൾ പേടിച്ചതല്ലേ ഉള്ളൂ, ഞാൻ മൂത്രം ഒഴിച്ച്. മാഷേ, ഈ പ്രേതത്തെ അറസ്റ്റ് ചെയ്യട്ടാ? അറസ്റ്റ് ചെയ്യാൻ ഞാൻ റെയിൽവേ സ്റ്റേഷനിലല്ലോ മൂത്രം ഒഴിച്ചത്, എന്റെ സ്വന്തം മുണ്ടിലല്ലേ. നോക്കിക്കേ, നാട്ടു കേസാ, വിട്ടടി, അറസ്റ്റ് ചെയ്യണ്ട. കണ്ടുവരും. എന്റെ മൂത്രം ഒഴിപ്പിച്ചതും പോലെ ഇപ്പൊ ഇതായി. അളിയാ, പോസ്റ്റ് പാലളിയാ, കുഞ്ഞളിയാ, ഉറങ്ങ. പേടിച്ചോ? ഞാൻ വെറുതെ പ്രതികാരം ചെയ്യാൻ വന്നതാ. ആ കഴുത്തൊന്ന് നീട്ടിയേ. സമയമില്ല, ഇനി ഒത്തിരി പേരെ കാണാനുള്ളതാ. ആ കഴുത്തൊന്ന് നീട്ടിയേ. കളിക്കുക. പ്രേതത്തെ മെനക്കെടുത്താതെ മര്യാദയ്ക്ക് കഴുത്ത് നീട്ടാ പട്ടി. എന്താ എന്താ ഈ നട്ടപ്പാതൊക്കെ കണ്ടാൽ എന്ത് പറ്റി?
എന്ത് പറ്റിയടോ? പ്രേതമായിട്ട് വന്നിരുന്നു. താൻ കണ്ടോ? കണ്ടു. ദേ ഇവിടെ നിൽക്കായിരുന്നു. മണി 12:30. പ്രേതങ്ങൾ ഇറങ്ങുന്ന സമയം. തന്നെ ഉപദ്രവിച്ചോ? കഴുത്തി പിടിക്കാൻ നോക്കി, ഞാൻ സമ്മതിക്കില്ല. പണ്ടേ നിന്റെ കഴുത്തിനോട് തന്നെയാ അവന്റെ ദേഷ്യം. എന്താ പ്രശ്നം? ഇത്രയൊക്കെ പറഞ്ഞിട്ട് നിനക്ക് മനസ്സിലായില്ലേ? ഒരു പ്രശ്നമില്ല, നീ പോയി കിടന്ന് ഉറങ്ങിക്കോ. എന്താ ബഹളം? ആർക്കെന്താ പറ്റിയേ? ആർക്കൊന്നും പറ്റിയില്ല. ബാലകൃഷ്ണന്റെ ബാലൻസും തെറ്റിയതാ. പോയിട്ടില്ല, ഇവിടെ തന്നെ ഉണ്ട്. ഇനി എന്നോടാണോ നിന്റെ കളി? അമ്മായി മറ്റുള്ള മാറി. നിന്നെ മാഷേ, മാഷേ അവിടെ നിന്നെ. മാഷേ, മാഷേ, മാഷേ എന്താന്ന് പറ. മാഷേ കത്തി 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 താഴെയായി. പച്ചിരുമ്പും കുരിശും പ്രേതത്തിന് പേടിയാ. ഇനി ഇങ്ങോട്ട് അടുക്കൂല. എല്ലാവരും ധൈര്യമായി പോയി കൂർക്കം വലിച്ച് കിടന്നിറങ്ങിക്കോളൂ. ഞാൻ ഈ പരിസരത്ത് തന്നെ ഉണ്ടാകും. മാഷേ, കുഞ്ഞനന്ദന്റെ വല്ല വിവരവും കിട്ടിയോ? ചത്തു. എപ്പോ? ഇന്നലെ രാത്രി 12:30 മണിക്ക്. അപ്പൊ തന്നെ ശവം പ്രേതമായിട്ട് ഇങ്ങോട്ട് വരികയും ചെയ്തു. ബാലകൃഷ്ണൻ ആദ്യം കണ്ടത്. അപ്പൊ ബാലകൃഷ്ണൻ ചത്തോ? ഇല്ലില്ല, ആ. കാലത്ത് സൈക്കിൾ എടുത്ത് ഇവിടുന്ന് പോയതാ. എവിടെയാ പോയത് ഒരു പിടിയില്ല. 12:30 ചത്തല്ലേ? ആ. അപ്പൊ മലബാർ എക്സ്പ്രസിനായിരിക്കും തല വെച്ചത്. ഇനിയിപ്പോ അത് മിസ്സായിട്ടുണ്ടെങ്കിൽ ആ സമയത്ത് തന്നെ കണ്ണൂർ എക്സ്പ്രസ് ഉണ്ട്. റെയിൽവേ ട്രാക്കിലാകാൻ സാധ്യതയില്ല. ഉറപ്പാണ്. പ്രേതത്തിന് ഒരു മിന്നൽ പോലെ ഞാനും കണ്ടു. തലയും കൈയും കാലും എല്ലാം ഉണ്ട്. ആ, ഏതെങ്കിലും ഡെഡ് ബോഡി ഉടനെ എത്തുമല്ലോ, അപ്പൊ അറിയാൻ വിവരം. പോലീസ് Yes. ഒരു വിരോധം എനിക്ക് അവനോടില്ല. ആ, എനിക്കും ഇല്ലല്ലോ. അതെ, ഓ, ഞാൻ അവനെ ശാസിച്ചിട്ടുണ്ട്, തല്ലിയിട്ടുണ്ട്. പക്ഷെ അതെല്ലാം വാത്സല്യം കൊണ്ടാണ്. ഓഹോ. അവനെന്റെ മോനെ പോലെയാ. അല്ല മാഷേ, ഈ കുട്ടികളെ ഇന്നെന്തിനാ സ്കൂളിൽ വിടുന്നത്? ഡെഡ് ബോഡി ഉടനെ എത്തൂലേ? പിന്നെ പോയി കുട്ടികളെ വിളിച്ചോണ്ട് വരുന്ന മെനക്കെടല്ലേ? ബോഡി വരുമ്പോ കരയാൻ കുട്ടികളും കൂടെ ഉണ്ടെങ്കിൽ നന്നായിരിക്കും. മഹാലക്ഷ്മിയും സ്കൂൾ പോകാൻ ഒരുങ്ങുന്നുണ്ട്. മാഷ് ഇതെന്താ ഈ പറയുന്നത്? ഇന്നിപ്പോ ഇവിടെ ആരും സ്കൂളിൽ പോണ്ട. ബോഡി വരുമ്പോ കരയാൻ ടീച്ചറും കൂടെ ഇരുന്നോട്ടെ. എന്തേ? മോളെ, അമ്മയോട് ഇങ്ങോട്ട് വരാൻ പറയൂ. മമ്മി, ശവം എത്തിയ ഉടനെ ദഹിപ്പിക്കണം. അല്ല, അമ്മ ജീവിച്ചിരിക്കുമ്പോ ശാസ്ത്രം നോക്കിയാൽ മൂത്രം ഒഴിക്കാൻ പറ്റുള്ളൂ. അയ്യേ, ആ അതാ വരുന്നു. താനിത് എവിടെ പോയിരുന്നോടോ? റീത്തിന് വല്ലതും ഓർഡർ കൊടുക്കാൻ പോയതായിരിക്കും. ഓർഡർ കൊടുത്തോടോ? ഏയ് അതിനൊന്നുമല്ല. വെളുപ്പാൻ കാലത്ത് തന്നെ മന്ത്രവാദിയെ കാണാൻ പോയതാ. അതാ ഇത് സംഘടിപ്പിക്കാൻ. ആ, ഒന്നും കൊണ്ടതില്ല. തകട്ടിയാട്ടെ. ആ, ഓ, ഇപ്പൊ ധൈര്യായി. ഒരു പിശാചും ദേഹത്തെ കിടക്കില്ല. ഒന്ന് അങ്ങോട്ട് കൊടുക്കണോ? നോ, പൊങ്ങച്ചം പറയാന്ന് കരുതരുത്. ഏ, എനിക്ക് ഇമാതിരി അന്ധവിശ്വാസങ്ങളിലൊന്നും ഒരു വിശ്വാസവും ഇല്ല. മനുഷ്യന് വേണ്ടത് മനോബലമല്ലേ മാഷേ? എടോ, റെയിൽവേ ലോക്കൽ പോലീസേ, ആരെ? ഇതിലെല്ലാം ചില സത്യങ്ങളുണ്ട്. 33 കോടി ദൈവങ്ങളെ സാക്ഷി നിർത്തിയിട്ടാ തന്നോട് പ്രതികാരം ചെയ്യുമെന്ന് അവൻ പറഞ്ഞത് അല്ലേ? ആ, ഒന്ന് അങ്ങോട്ടും കെട്ടിക്കൊടുക്കണോ? ആ കൈ ഇങ്ങോട്ട് നീട്ടിയാട്ടെ. നമ്മുടെ ദേഹം നമ്മൾ വേണം സംരക്ഷിക്കാൻ. നേരത്തെ തന്നെ ദേഹം ഭദ്രമാക്കിയില്ലേ? ഞാനിപ്പോ കൊണ്ടുവന്നില്ലേ? അടുത്ത കയ്യിലാവാം. ഇനി വേറെ എവിടെയെങ്കിലും ഉണ്ടോ? അരയിലൊരെണ്ണം. ശാന്തനിക്ക് ഭയങ്കര നിർബന്ധമില്ല. എനിക്ക് കഴുത്ത് കെട്ടിക്കൊടുക്ക. വേണ്ട വേണ്ട, കഴുത്തിലും ഉണ്ട്. പോക്കറ്റിലോട്ടിട്. പോക്കറ്റില് മനോധൈര്യം കൂടിയാൽ ഇങ്ങനെയാ. ചുരുക്കിയത് 3 ഉറക്കെങ്കിലും വേണ്ടി. പോലീസ് എന്താ വിളിച്ചത്? മഹാലക്ഷ്മി, ഇത്രയും കാലമായിട്ട് ഞാൻ നിന്നോട് എന്തെങ്കിലും ആജ്ഞാപിച്ചിട്ടുണ്ടോ? എന്താ കാര്യം? ഉണ്ടോ? ഇല്ല. എങ്കിൽ ഞാൻ നിന്നോട് ആജ്ഞാപിക്കുന്നു, നീയും കുട്ടികളും ഞാൻ അടക്കം 4 സ്കൂൾ പോകുന്നില്ല. എന്തുകൊണ്ട്? എന്തുകൊണ്ടെന്നൊന്നും ദയവ് എന്നോട് ചോദിക്കണ്ട. ഞാൻ പറയുന്ന അനുസരിച്ചാ മതി. ഞാൻ കുറെ നേരമായി ശ്രദ്ധിക്കുന്നു. എന്താ നിങ്ങൾക്കൊക്കെ പറ്റിയത്? എന്താ കാര്യം എന്ന് പറയൂ. കാര്യം എന്താ വെച്ചാ, എടോ പോലീസേ, യെസ്. ഞാൻ കാര്യം അവളോട് തുറന്നു പറയട്ടെ. എടോ, ആരെങ്കിലും ഒരാൾ അറിഞ്ഞിരിക്കട്ടെ. എന്നാ പറഞ്ഞോളൂ. എന്നാ താൻ പറ. ഏയ്, ഞാൻ സെന്റിമെന്റലായി പോകും. മാഷി എന്നെ പറഞ്ഞോളൂ.
നിങ്ങളൊന്ന് പറയുന്നുണ്ടോ? മഹാലക്ഷ്മി, നമ്മുടെ കുഞ്ഞനന്ത് കുഞ്ഞനന്ദൻ കുഞ്ഞനന്ത് മരിച്ചു. കൺട്രോൾ കൺട്രോൾ ഇവിടെ നോക്ക, തളരരുത്. ചാവാൻ ഒരുമ്പട്ടിറങ്ങിയ സ്ഥിതിക്ക് 1 മണിക്കൂർ നേരത്തെ വെച്ചാ നമ്മൾ സത്വഹിക്കരുത് വേണ്ടത്. കരയരുത്, കരയരുത്, കരയരുത്. അകത്തുള്ളവർക്ക് നീ വേണം ധൈര്യം കൊടുക്കാൻ. ആരും പറയിക്കണ്ട. ചെല്ലി അകത്തേക്ക് പോയിക്കോ. കൈയെടുക്കാൻ. അവളെ ഇത്തിരി മനക്കെട്ടിയുള്ള കൂട്ടത്തിലാ, അതുകൊണ്ട് പ്രശ്നമില്ല. അവൻ ജീവിച്ചിരിപ്പുണ്ടായിരുന്നെങ്കിൽ ഞാൻ അവനെ ഒന്ന് അഭിനന്ദിച്ചേനെ. പറഞ്ഞതുപോലെ തന്നെ അവൻ ചത്തില്ലേ അതിന്. എന്നെ കാണാനാ ആദ്യം വന്നത്. അതങ്ങനെ തന്നെയാ, ഇഷ്ടമുള്ളവരെ കാണാനാ ആത്മാവ് ആദ്യം വരിക. എന്നോട് ഇത്ര അധികം ഇഷ്ടമായിരുന്നു ചത്തതിന് ശേഷമാണ് എനിക്ക് മനസ്സിലായത്.